ബംഗാൾ ക്ലബ്ബുകളെ കാശിന്റെ ബലത്തിലോടുന്ന ക്ലബ്ബുകൾ, ഇന്ത്യൻ ഫുട്ബോളിനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ക്ലബ്ബുകൾ എന്നൊക്കെ പറയും നമ്മൾ കളയാക്കുമെങ്കിൽ പോലും ഇന്ത്യൻ ഫുട്ബോളിലെ നിലവിലെ ഒഴുക്കിനെതിരെ നീന്താൻ കപ്പാസിറ്റി ഉള്ളത് ബംഗാൾ ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് തന്നെയാണ്. ഞാൻ ഇന്നലെ ശബരിമല പോയി തളർന്ന പണ്ടാരടങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഏകദേശം 30 കിലോമീറ്ററിൽ കൂടുതൽ നടക്കേണ്ടി വന്നു. സോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, വാക്കുകളുണ്ടായിരിക്കും. ബട്ട് ഇന്ന് മുതൽ നമ്മൾ തളരത്തില്ല, ഫൈറ്റ് ബാക്ക് ചെയ്യും. നമ്മൾ കഥയിൽ നിന്ന് മാറിപ്പോയി. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാളും നിലവിൽ ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പിടിപ്പുകേടുകൾ മൂലം ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് വിവരിച്ചുകൊണ്ട് കത്തെഴുതിയപ്പോൾ അതിനകത്ത് സൈൻ ചെയ്യാൻ തയ്യാറാവാതിരുന്ന 2 ക്ലബ്ബുകൾ അവരായിരുന്നു. അവർക്ക് ഈ ഒരു അസോസിയേഷൻ നിലനിന്നില്ലെങ്കിലും കാര്യമായിട്ട് മുന്നോട്ട് പോകണം, തങ്ങൾക്ക് തങ്ങളുടെ പ്രൊജക്റ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ തങ്ങളുടെ പ്രൈഡ്, ആത്മാഭിമാനം ബംഗാൾ ഫുട്ബോൾ കൾച്ചറുമായിട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അവർക്ക് കൊൽക്കത്ത ഫുട്ബോൾ ലീഗ്, ബംഗാൾ ഫുട്ബോൾ ലീഗ് അങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. സോ അവർ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സിനെ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മോഹൻ ബഗാനിലേക്ക് പുതിയ പരിശീലകനായിട്ട് ഒഡീഷ എഫ് സിയുടെ പരിശീലകനായിരുന്ന, അല്ലെങ്കിൽ ലാസ്റ്റ് ഒഡീഷ എഫ് സിയുടെ പരിശീലകനായ, ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ സക്സസ് ആയിട്ടുള്ളൊരു ട്രാക്ക് റെക്കോർഡുള്ള അദ്ദേഹം ഗോവയുടെ പരിശീലകനായിരുന്ന സമയത്ത് ഗോവ മറ്റ് ക്ലബ്ബുകളുടെ നേരെ ഗോൾ മഴ പെയ്യുമായിരുന്നു. പിന്നീട് മുംബൈ സിറ്റിയുടെ പരിശീലകനായി. അങ്ങനെ കളിപ്പിച്ച ക്ലബ്ബുകളിലെല്ലാം വളരെ മനോഹരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും സക്സസ്ഫുൾ കോച്ചുമാരിൽ ഒരാളായ സെർജിയോ ലോബറെ തങ്ങളുടെ കൂടാരത്തിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്, തങ്ങളുടെ പരിശീലകനെ പുറത്താക്കി. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഫുട്ബോളിലെ ഈ ഒരു അനിശ്ചിതാവസ്ഥയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങൾക്കും മറ്റ് ക്ലബ്ബുകൾ തയ്യാറാവാതെ നിൽക്കുമ്പോഴാണ് ഒരു പരിശീലകനെ പുറത്താക്കി നല്ല റൈറ്റുള്ള ഒരു പരിശീലകനെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് അവർ വരുന്നത്. സോ ഒഴുക്കിനെതിരെ നീന്താൻ കാലിബറുള്ള ഒരു ടീം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. എനിക്ക് പേഴ്സണലി അവരുടെ ഈ ഒരുപാട് കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. ടാലൻറ്റ് വേസ്റ്റ് ഫാക്ടറിയാണ് അവർ. ബട്ട് അവർക്ക് ഒരു ചങ്കൂറ്റത്തോടെ, ഈവൻ നാഷണൽ, അത് ഒരിക്കലും അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. നാഷണൽ ടീമിലേക്ക് പോലും താരങ്ങളെ വിട്ടു നൽകാത്ത ധാർഷ്ട്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവന്മാരുടെ ധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസമൊക്കെ പീക്ക് ലെവൽ തന്നെയാണ്. ഈ പീക്ക് ലെവലുള്ളവന്മാർ AFC കളിക്കാൻ പേടിച്ച് മുട്ടിടിച്ച് പോകാതിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം.